നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ ജിദ്ദ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വൻ തീപിടുത്തമുണ്ടായത് ഞായറാഴ്ച പുലർച്ചെയോടെയായിരുന്നു. തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. തൊട്ടടുത്തുള്ള മെറിഡിയൻ ഹോട്ടലിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കാൻ സിവിൽ ഡിഫൻസ് ശ്രമിച്ചു. അഗ്നിബാധയുടെ കാരണം വ്യക്തമല്ല. ജിദ്ദയിലെ പ്രശസ്തമായ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നാണ് ജിദ്ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. മലയാളികൾ അടക്കം നിരവധി പേർ ജോലി ചെയ്യുന്ന സ്ഥലമാണിത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ബാംഗ്ലൂരിൽ നിന്നും സൗദിയിലെ ജിദ്ദയിലേക്ക് ഡയറക്റ്റ് വിമാന സർവീസ് ഇൻഡിഗോ തുടങ്ങിയത് ഏറെ ആശ്വാസകരമായ വാർത്തയായിരുന്നു. ജിദ്ദയെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. ജോലി ആവശ്യങ്ങൾ, മതപരമായ തീർത്ഥാടന യാത്രകൾ, ബിസിനസ്, വിനോദയാത്ര തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിരവധി ആളുകൾ സൗദിയെ ആശ്രയിക്കുന്നതിനിടയ്ക്കാണ് ഈ തീരുമാനം. ഇൻഡിഗോയുടെ ബാംഗ്ലൂരു ജിദ്ദ പ്രതിദിന നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യാത്രകൾ എളുപ്പമായി തീരും. നാളെ മുതൽ ബാംഗ്ലൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ദിവസേന നേരിട്ടുള്ള ഫ്ലൈറ്റുകളാണ് ഇൻഡിഗോ അവതരിപ്പിക്കുന്നത്. അതേസമയം കുവൈറ്റിലേക്ക് വന്നാൽ, കുവൈറ്റിൽ ഒരു വാർത്ത കൂടി നോക്കാം. പുതിയ ഗതാഗത നിയമം ഉടൻ നടപ്പിലാക്കുമെന്ന് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് പറഞ്ഞു. നിയമത്തിന്റെ പ്രാഥമിക ലക്ഷ്യം അശ്രദ്ധരായ ഡ്രൈവർമാരിൽ നിന്ന് റോഡ് ഉപയോക്താക്കളെ സംരക്ഷിക്കുക എന്നതാണെന്നും അമിതവേഗം, റെഡ് ലൈറ്റുകൾ മറികടക്കുക, അംഗപരിമിതർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയ വിവിധ കുറ്റങ്ങൾക്ക് പുതിയ ട്രാഫിക് നിയമത്തിൽ കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഹവാലിയിൽ ഷെയ്ഖ് ഫഹദ് അൽ യൂസിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ സുരക്ഷാ പ്രചാരണത്തിലായിരുന്നു പ്രഖ്യാപനം. നിയമലംഘകരെ ലക്ഷ്യമിട്ട് നിലവിലുള്ള ഫീൽഡ് ക്യാമ്പയിൻ പ്രസ്തുത ശ്രമങ്ങളുടെ പ്രധാന ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2 ദിവസമായി എല്ലാ ഗവർണറേറ്റുകളിലും ഫീൽഡ് സെക്യൂരിറ്റി ഏജൻസികൾ നടത്തുന്ന സുരക്ഷാ പരിശോധനകൾക്ക് ഷെയ്ഖ് ഫഹദ് മേൽനോട്ടം വഹിച്ചിരുന്നു. പൊതുഗതാഗത വകുപ്പ് പുതിയ 252 AI ക്യാമറകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണിത്. 2 മാസത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്ന ക്യാമറകൾ ട്രാഫിക് കൺട്രോൾ റൂമുമായി കണക്ട് ചെയ്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണെന്ന് ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽഗുദ പറഞ്ഞു. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയയുമായി ഏകോപിപ്പിച്ച് നിയമത്തിലെ വ്യവസ്ഥകളെക്കുറിച്ചും ഗുരുതരമായ ലംഘനങ്ങൾക്ക് വർദ്ധിച്ച പിഴയെക്കുറിച്ചും പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി മാധ്യമങ്ങളുടെ പ്രചാരണവും നടത്തും.